എന്താ ഗൈസ് നമ്മുടെ പോത്തപ്പന്മാർ പുല്ല് തിന്നുണ്ട്. ഞാനും മിക്കൂസും കൂടി അന്ന് വന്നത്. അപ്പൂന് പനിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് നേരത്തെ പോത്തിനെ അഴിച്ചു വിട്ടു. അപ്പോൾ ഇവരിതാ ആ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ പോയി നിൽക്കണം. വേണ്ട, പോത്തുകൾ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആ ഫ്രണ്ടിൽ കയറി നിൽക്കാം. അപ്പോൾ പനിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോത്തിനെ കൊണ്ട് ഇറങ്ങിയതാണ്. അവരതിൽ കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ കൂടെ പോകാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം പോയി നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ താഴത്തെ പാടത്തേക്ക് പോകും കേട്ടോ. എനിക്ക് പാടത്തേക്ക് പോയി ഓടാനും കിട്ടില്ല അപ്പൂനെ പോലെ. ബാ ബാ, നമ്മുടെ പുറകിലുണ്ട്. വടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് പോണത്. അല്ലെങ്കിൽ ഇവർ നമ്മളെ ഇട്ട് ഓട്ടിക്കും. അതാ വരുന്നുണ്ട് എൻ്റെ പുറകിൽ ആശാന്മാർ. ഞങ്ങൾ പോകുന്നത് കാണിച്ചു തരാട്ടതാ. നമ്മുടെ ബാക്കിൽ ഈ പാറയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം, ഇവരെ താഴെ മേയ്ക്കുകയും ചെയ്യാം. മേയാൻ മഴയില്ലാത്തത് കൊണ്ട് ഇവർക്ക് മേയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ ഇവർ ഓടും. മഴയില്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവിടേക്കും ഓടും. പാടത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ വയലിരിച്ച് നിൽക്കണം. അതുകൊണ്ട് പാടത്തേക്ക് വിടാൻ പറ്റില്ല. നമുക്കിവിടെ ഇറക്കിയിട്ടുണ്ട്. അവരിതുണ്ട്, അവിടെയൊക്കെ മേയാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മേയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം മേച്ച് വയറ് നിറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവർ മേച്ച് വയറ് നിറയ്ക്കാം. ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവർ മേയ്ക്കൽ മാത്രമേ ഉള്ളൂ. പോത്തുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് താഴെ നിൽക്കണം, അല്ലെങ്കിൽ ഇവർ വേണ്ട താഴത്തൂടെ ഓടും. പിന്നെ അപ്പുറത്ത് കുളമാണ്, ആ കുളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ മുങ്ങിപ്പോവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ടാസ്ക്കാണ്, പേടിയാണ്. അതിൻ്റെ ഉള്ളിൽ നിറയെ മേയാനുണ്ട്, പക്ഷെ ഇവർ മേയില്ല. മിക്കു ബാ, മിക്കൂസിൻ്റെ പുറകിലോടലേ പണി. ബാ, കുത്തും ബാ, അതോ കുത്തിക്കോട്ടെ. പേടിയൊന്നുമില്ല എനിക്ക്, പക്ഷെ പേടിയാണ്. അവർ ചിലപ്പോൾ കുത്തുപോയി. ബാ, ഇവർ മേയിട്ട് അങ്ങോട്ട് വാ മമ്മ എടുക്കുക, അങ്ങോട്ട് വാ. ഇവർ മേയുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയാലും അവിടെയും തോടുകളാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഇവർ മേയുന്ന വീഡിയോസാണ് ഇടുന്നത്. ഇപ്പോൾ ഇടയിൽ ഇവർക്ക് ഇവർ ഓരോരോ ഇവിടെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഇവർക്ക് തവിട് കൊടുക്കുന്നത്, അതുപോലെ ഇവർ എവിടെയൊക്കെ കെട്ടിയിടുന്നത് കാണിച്ചു തന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവിടെയാണ് കെട്ടിയിടുന്നത്. അവിടുത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അവിടെ എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറിയത് കൊണ്ട് ഇവർക്ക് ആദ്യം നമ്മളിവിടെ അടുത്തുള്ളൊരു ഫാമിലായിരുന്നു, തൊഴുത്തില്ലാത്തത് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വന്തം തൊഴുത്തിലാണ് കെട്ടുന്നത്. അപ്പോൾ ഇവർക്ക് ഇന്നലെ മുതൽ അവിടെ കെട്ടാൻ തുടങ്ങിയത്. അവർക്ക് അവിടെ വലിയ പുതിയ സ്ഥലം ആയതുകൊണ്ട് വലിയ ഇതുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവർക്കൊരു ഫാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവരെ ഈച്ചയോ കൊതുവൊന്നും കടിക്കാണ്ടിരിക്കാനാണ്. മാറും പിന്നെ ഇങ്ങോട്ട് ആവാണ്ട് താഴത്തേക്ക് ആക്കണം. അങ്ങോട്ടൊന്നും പതിവ് ഇറങ്ങാറില്ല കേട്ടോ. നോക്കുന്നു ഇവിടെ പോയി ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ താഴെയാണെങ്കിൽ ഫുള്ള് വെള്ളവും തോടും. ഇവർ അങ്ങോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് പേടി. എനിക്കാണെങ്കിൽ ഈ കാട്ടിനുള്ളിൽ കൂടെ ഓടാൻ ഭയങ്കര പേടിയാണ്. അവൻ ഇവൻ കയറിക്കഴിഞ്ഞാൽ അവരും കയറി വരും. പക്ഷെ ഇവൻ കയറി വരണം, അതാണ്ട അവർ രണ്ടാളും അവിടെയും ഇവൻ ഇവിടെയും ഉണ്ട്. ഇവൻ കയറി വന്ന് വരും. ബാ മിക്കൂസ് വരുന്നുണ്ട്. മിക്കൂസിനെ വെള്ളം കുപ്പിയും കൊടുത്ത് അവിടെ ഇരുത്തിയതാണ്. ഇവർ മേയാൻ പുല്ലുകളൊക്കെ ഭയങ്കര കുറവാണ്. ഇന്ന് നമ്മൾ മേയാൻ അവിടെ തന്നെ വിടണതുകൊണ്ട് ഇവർക്ക് തിന്നാനൊന്നുമില്ല. പിന്നെ മഴയുണ്ടെങ്കിൽ കിളിർത്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ഇവർക്ക് നല്ല പുല്ലുകൾ കിട്ടും. അപ്പോൾ മഴയും ഇല്ലാത്തതുകൊണ്ട് 2-3 ദിവസം മഴയും ഇല്ല. അതുകൊണ്ട് അവർക്ക് പുല്ലുകളൊന്നും അത്രയില്ല. ചൂടെടുക്കാനും തുടങ്ങി. വേണ്ട, കടിച്ച് വലിച്ച് തിന്നണത്. മിക്കൂസ് വരുന്നത് നോക്കുകയാണ്. ഏയ് വെള്ളവും കുപ്പിയും കൊണ്ട് മിക്കു വരികയാണ്. മേയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും മിക്കും ഓടിക്കളിക്കാൻ പോകണം. അവനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവൻ കരയും, പിന്നെ വീട്ടിൽ പോകണം പറയും. അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ അവനും ഒതുങ്ങിയിരിക്കും കേട്ടോ. മിക്കു, ഞാൻ ഓടണം, അമ്മ ഓടണം, പിടിച്ച് ഒരാശാൻ കയറിയിട്ടുണ്ട്. ഇവൻ കയറി. ഇവനെ തിരഞ്ഞിട്ടാണോ എന്നറിയില്ല. അവർ രണ്ടാണോ അതോ അവിടെയാണ് കണ്ടോന്നറിയില്ല. ആ ഒരു കറുപ്പ് കാണുന്ന ഇലകൾക്കടിയിൽ ഇവൻ അവിടെ മേഞ്ഞ് നമ്മളുടെ അടുത്തെത്തി. ഇവൻ പോയാലേ പേടിയുള്ളൂ. ഇവൻ പോയാലാണ് അവർ പുറകെ പോവുള്ളൂ. അവരതോ അവിടെ ഉണ്ട്. മേയാനൊന്നുമില്ലല്ലോ. കാരണം ഈ പാടത്തൊക്കെ പഞ്ചയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ പാടത്തൊക്കെ നിറയെ മേയാനുണ്ടാവും. വയറ് നിറയ്ക്കാൻ പറ്റും. നമ്മൾ 1 മണിക്കൂർ വിടുമ്പോഴേക്കും വയറൊക്കെ ഫുള്ളാവും. ഇവിടെ പറഞ്ഞപ്പോൾ മേഞ്ഞവിടെ തന്നെ ഡെയിലി മേയുന്നതുകൊണ്ട് ഇവർക്കും ബോറടിച്ച് തുടങ്ങി. ചെമ്പനും വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അവിടെയൊക്കെ ഫുൾ കാട് പോലെയാണ്. അതെനിക്ക് ഇറങ്ങാൻ പേടി. അപ്പൂ വരുന്നുണ്ട്. അപ്പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമാണ്. പിന്നെ ഇവർക്ക് മേയാനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക്
ഇവർ തല്ലിയിട്ട് വേറെ എവിടേക്കും മേയ്ക്കാൻ പറഞ്ഞാലും പറ്റില്ല. ഇവർ മെയിനവിടെ നിന്ന് വയറ് നിറച്ചോട്ടേ പറഞ്ഞിട്ടാണ് ഞാൻ ആട്ടാത്തത്. പിന്നെ അവർ രണ്ടാളും നന്നായി മേയുന്ന ആൾക്കാരാണ്. തടിയനും നടുകഷ്ണം പറയില്ല, അവർ രണ്ടാളും നന്നായി മേയട്ടാ. ഞങ്ങളുടെ പോത്തിൻ്റെ പേര് കണ്ട തടിയൻ അല്ല ഗുണ്ടൻ, ചെമ്പൻ, നടുകഷ്ണം, വെറൈറ്റി നെയിംസൊക്കെയാണ്. അങ്ങനെ പേരൊന്നുമില്ല, നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ പേര് വിളിക്കുന്നത് മാത്രം. അങ്ങനെ നമുക്കിവരെ തിരിച്ചറിയില്ലല്ലോ, മൂന്നാളും ഒരേ സൈസ് ആയതുകൊണ്ട്. ഒരാൾ മാത്രം സൈസ് ഡിഫറൻസ് ഉള്ളൂ, ബാക്കി രണ്ടാളും ഒരേ സൈസാണ് കേട്ടോ. ചെമ്പനും നടുകഷ്ണവും ഒരേ എടുത്തിട്ട് വരുമ്പോഴും അവർ ഒരേ സെയിം ലെവലാണ്. പക്ഷെ തടിയൻ എടുക്കുമ്പോഴും തടിയുണ്ട്, ഇപ്പോഴും തടിയുണ്ട് കേട്ടോ. ഇതാ മഴ വരുന്നുണ്ട്, നമ്മുടെ പോത്തുക്കൂട്ടന്മാർ ഇതാ മേയുന്നുണ്ട്. അപ്പോൾ നമ്മളിവർ മേയിച്ച് വയറ് നിറച്ചിട്ട് വീട്ടിൽ കൊണ്ട് കെട്ടിയിടുക, അത്ര തന്നെ. ഇതാ അപ്പു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പു ഞങ്ങൾക്കുള്ള പൊരിയുണ്ട്, വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനും മിക്കൂസിന് മാത്രം വെള്ളം എടുത്തുള്ളൂ. ഇതാ ഇവർ മെയിൻ ഇവിടെ എത്തി. കാരണം മേയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ മെയിനവിടെ നിന്ന് മേനോട്ടേ വേണ്ട. നമ്മൾ ആട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഇല്ലാത്തവിടെ പോയിട്ട് വെറുതെ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് ചുറ്റി മേയാനുള്ളതുണ്ട്. അപ്പോൾ അവരതാണ് മേയണത്. മെയിന് വയറ് നിറയ്ക്കട്ടെ. ഇവർ ഇരിക്കുന്നുണ്ട്, അവർ മൂന്നാളും അതാ മേയേണ്ടതാ. അപ്പവും മിക്കൂസും അവിടെ ഇരിക്കുന്നുണ്ട്. പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്, കുട്ടു. പോത്തപ്പന്മാർ മേയുന്നുണ്ട്, മൂന്നാളോടെ മേയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന വീഡിയോസിൽ ഇവർ ഒരേ ഇവിടെ മെയിനാണ്. ഇപ്പോൾ ഇവർ വേണ്ട മാറി മെയിനത്. ഇതിൻ്റെ താഴത്തേക്ക് വേണ്ട തോടാണ്. 2 ദിവസം മുന്നേ ഈ പാലമൊക്കെ ഫുൾ മേലെ കൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. മേലെ കൂടെ ഫുള്ളും കുത്തി ഒലിച്ച് പാറ കണ്ണടക്ക് ഫുള്ള് നിറഞ്ഞു പോയതാണ്. കാണുമ്പോൾ തന്നെ അറിയണം, നിങ്ങളുടെ കലങ്ങി മറിഞ്ഞ വെള്ളം. ഇവരങ്ങോട്ട് ഇറങ്ങുമെന്നുള്ള പേടിയായിരുന്നു. അതായത് രണ്ടാളും കയറിയതുകൊണ്ട് ഇവനും കയറും. അവിടെ നിന്നൊക്കെ മേഞ്ഞ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിർത്തിയതാണ്. ഈ സൈഡായാലും ഇനിയിപ്പോൾ ഈ സൈഡായാലും മേയാനുണ്ട്. അപ്പോൾ ഈ 2 സൈഡ് നിർത്തി മേയിച്ച് വയറ് നിറച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അതാ അവർ മേഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മേയിച്ച് വയറ് നിറച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്ത് കെട്ടിയിടാം കേട്ടോ. മൂന്നാളും എവിടെയും ഈ സൈഡും ഈ വഴീൻ്റെ 2 സൈഡ് നമുക്ക് മേയിച്ച് വയർ ഫുള്ളാക്കുക, വീട്ടിൽ കൊണ്ട് കെട്ടിയിടുക, വെള്ളം കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.